ഒരു ദിവസം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മോൾ പറഞ്ഞത്, അമ്മ ടീച്ചർ പറഞ്ഞ സ്കൂളിൽ ഓണം വരണമെന്ന്. ബോയ്സൊക്കെ മുണ്ടും ഷർട്ടും ഇടും, ഗേൾസൊക്കെ പാവാടി ഉടുപ്പിടണം, എനിക്ക് ഏത് ഉടുപ്പിടും അമ്മ എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണല്ലോ, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്, സ്കൂളായാൽ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ, ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടല്ലോ, ഏത് ഉടുപ്പൊന്ന് ഇടുമെന്ന് പറഞ്ഞ് എൻ്റെ കളക്ഷനിൽ ചെന്ന് തപ്പിയപ്പോഴത്തേക്കുമാണ് ഒരു 3/4 മീറ്ററോളം വരുന്നൊരു ബ്ലൗസിൻ്റെ തുണി എനിക്ക് പണ്ടെങ്ങാണ്ടോ അമ്മ തന്നത്. അങ്ങനെ പൊടിയടിച്ചിരിക്കുന്നത് എൻ്റെ കണ്ണിൽ കണ്ടത്. സംഭവം ഇതിൻ്റെ കൂടെ എന്ത് മാച്ച് ചെയ്യണം അങ്ങനത്തെ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇതിലൊരു ബ്ലൗസ് തയ്ക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ തയ്ച്ചതിന് ശേഷം വഴിയെ ഇതിനുള്ള പേർ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു ബ്ലൗസ് എടുത്ത് വെച്ചിട്ട് ഒരു ബ്ലൗസ് അങ്ങോട്ട് തയ്ക്കാൻ തുടങ്ങി. ഒരു തുണി തയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇട്ടില്ലെങ്കിൽ ഒരു വെപ്രാളമാണ് ഗൈസ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ലൈനിങ് തുണിയില്ല. പിന്നെ എൻ്റെ കൈ കിട്ടിയൊരു മുണ്ടിൻ്റെ തുണിയെടുത്ത് ഞാൻ അങ്ങ് ലൈനിങ് ഇടാമെന്ന് വിചാരിച്ചു. അവസാനം എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. വെള്ള ലൈനിങ് കൊണ്ട് വൃത്തികേടാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് അളവൊക്കെ എടുത്ത് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മൊത്തത്തിലുള്ള ലെങ്ത്ത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു 14 അങ്ങോട്ടായിട്ട് എത്തു. എന്നിട്ട് ഷോൾഡർ മൊത്തത്തിലൊരു 5.5, അതായത് നെക്ക് 3ഉം നെക്കിൻ്റെ ലെങ്ത്ത് 4ഉം എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ ബാക്കി 2.5 വരുന്നതാണ് ഷോൾഡർ. എന്നിട്ട് ഇങ്ങനെ ചെസ്റ്റിൻ്റെ അടയാളമൊക്കെ കൊടുത്തു. പിന്നെ ഞാനൊരു വി നെക്കാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞ അളവിൽ ഞാനൊരു വി നെക്കാണ് ഉദ്ദേശിച്ച് ചെയ്യുന്നത്. ഒരു 4-4.5 വയസ്സിനുള്ള അളവിനാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് സീമും കൂടെ ചേർത്ത് ചെസ്റ്റിന് 8, മിഡ് വേസ്റ്റിന് 7, അതായത് യോക്ക്, പിന്നെ വേസ്റ്റിന് 8 എന്ന അളവിൽ ഇതേപോലെ ഒന്ന് വരച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തു. നെക്കൊഴിച്ച് ബാക്കി ബോഡി പാർട്ടെല്ലാം വെട്ടിയെടുക്കാനുള്ളത്. പിന്നെ ആം ഹോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ആം ഹോളിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതി എടുത്ത് ഒരു അടയാളം കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ കോർണറിൽ നിന്ന് മേളിലോട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ മതിയാവും. കൊച്ചു പിള്ളേരായതുകൊണ്ട് അത്രയൊക്കെ മതിയാവും. ഇതേപോലെ ഒരു ഷേപ്പും കൂടെ വരച്ച് ആം ഹോളും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം വെട്ടിയതിന് ശേഷം ഞാൻ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ട് ആ കാണിച്ച വി നെക്കിന് വെട്ടിയെടുത്തതിന് ശേഷം ബാക്ക് സൈഡ് ഇതേ സെയിം അളവിനൊരു സ്ക്വയർ നെക്കാണ് വെട്ടിയെടുക്കുന്നത്. അത്രയും ഞാൻ വെട്ടി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് നല്ല തുണിയിലോട്ട് ഇതൊന്ന് വെച്ച് വെട്ടണം. അപ്പം ഞാൻ നല്ല തുണിയെടുത്ത് 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം 2ആയിട്ട് മടക്കുന്നു, പിന്നെ ഒന്നുകൂടെ ചേർത്ത് 4ആയിട്ട് മടക്കിയതിന് ശേഷം ഇത് അതിൻ്റെ പുറത്ത്, ഇതിൽ നമുക്ക് ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് വെച്ചൊന്ന് പിൻ ചെയ്തതിന് ശേഷം നെക്ക് ഒഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് എനിക്കൊരു ആലോചന വന്നത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ സെയിം മെത്തേഡല്ലേ ചെയ്യാറുള്ളൂ. അതായത് ബാക്കിൽ ഹുക്കും ഐയും വരുന്നതുകൊണ്ട് ഇത് സ്ക്വയർ നെക്ക്, ഫ്രണ്ടിൽ നമ്മൾ വേറെ ഏതെങ്കിലും നെക്ക് എന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കോട്ട് സെറ്റ് ബ്ലൗസ് ചെയ്യണതിൻ്റെ മോഡൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതേപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ നമ്മളുടെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, മേളിൽ നിന്ന് താഴെ 10 അടയാളപ്പെടുത്തി 2 സൈഡും, എന്നിട്ട് ബാക്കി വരുന്ന അതിലോട്ട് ഇതേപോലൊരു റായായിട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട്, കുഞ്ഞു പിള്ളേർക്ക് അതങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇതിലിറക്കം കുറയ്ക്കണമെന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ഷേപ്പിലൊന്ന് കൊടുത്തിട്ട് വി നെക്കിന് ഈ ഒരു കോട്ട് സെറ്റ് മോഡലിൽ ആ ഒരു ഇത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഒരു 10 മേളിൽ നിന്ന് താഴോട്ട് സൈഡിൽ അടയാളപ്പെടുത്തിയാണ് കൊടുത്തത്. അത്രയൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ബാക്ക് സൈഡിൻ്റെ ഇതിലോട്ട് കിടക്കാം. അപ്പോൾ ബാക്ക് സൈഡ് ഞാൻ സ്ക്വയർ നെക്കാണല്ലോ വെട്ടി വെച്ചത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ബാക്ക് സൈഡിന് നമ്മളെ ഒരു കോട്ട് സെറ്റിൻ്റെ മോഡലിന് വേണ്ടിയിട്ട് ഫ്രണ്ട് സൈഡിൻ്റെ അതേ ലെങ്ത്തിന് അതിൻ്റെ ലൈനിങ് തുണിയെ മുറിച്ചതിന് ശേഷം അതിൻ്റെ നെക്ക് 2ആയിട്ട് മടക്കി വെച്ച് നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊരു 1.5 ഇഞ്ചും അത് കഴിഞ്ഞ് താഴത്തെ ഭാഗത്തുനിന്ന് മേളിലോട്ടൊരു 2 ഇഞ്ചും അടയാളപ്പെടുത്തി. അതായത് നമ്മൾ ഈ താഴെ നിന്ന് 2 ഇഞ്ചും മേളിൽ നിന്ന് ഒരു 1.5 ഇഞ്ചും അടയാളപ്പെടുത്തി. അതിൻ്റെ നടുക്കുള്ള ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കിയിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ചും കൂടെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്ക്വയർ ഇങ്ങനെ വരച്ചു കൊടുക്കും, ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള സ്ക്വയർ വരച്ചു കൊടുക്കും. അവിടെ നമ്മൾ ഓപ്പൺ ആക്കി ഇടാനാണ്. അത് നമ്മൾ ബാക്ക് സൈഡിലൊരു ഓട്ട, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇതേപോലെ, അതായത് മേളിൽ നിന്ന് താഴോട്ട് 1.5യും താഴെ നിന്ന് മേളിലോട്ട് 2ഉം എടുത്തതിന് ശേഷം 2ൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 3 അങ്ങോട്ട് നീക്കി വരച്ചൊരു സ്ക്വയർ, നമ്മൾ ഡയമണ്ട് ഷേപ്പിലുള്ള സ്ക്വയർ വരച്ചതിന് ശേഷം നമ്മളത് ആ 2 പീസായിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നമ്മുടെ നല്ല തുണിയിലോട്ട് ഇതേപോലെ വച്ചതിന് ശേഷം ഒന്ന് പിന്നൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു, അതായത് നമ്മൾ ഈ സ്ക്വയർ നമ്മൾ വെട്ടിയില്ല,
ഇല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കി ഷോൾഡറിൻ്റെ ഭാഗം ഒഴിക്കണമെന്നില്ല, എന്നാലും ഞാൻ ഇപ്പോൾ അതിൽ തയ്ച്ചിട്ടില്ല. ബാക്കി എല്ലാ ഭാഗവും ഒരു 1/4 ഇഞ്ച് നമ്മൾ ലൈനിങ് തുണിയോട് വെച്ച് ചേർത്ത് വെച്ച് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. നല്ല വൃത്തിയൊക്കെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ ഇതിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ ആക്കിയാണ് ഇട്ടാൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് വന്ന തുണിയെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കൂർത്ത സാധനം വെച്ച് അതിൻ്റെ എൻഡുകളൊക്കെ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഒന്ന് പതിച്ചടിച്ചെടുക്കണം. പതിച്ചടിച്ചെടുക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ ഐയും കൂടെ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒന്ന് പതിച്ച് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ ഒരു പീസ് കഷ്ണം, അങ്ങനെ അളവൊന്നുമില്ല, നമുക്കതിൽ ഇങ്ങനെ ഇതേപോലെ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി നമ്മളുടെ ആ യഥാർത്ഥ തുണിയുടെ ആ ഒരു അളവിന് വരണം, അത്രയേ ഉള്ളൂ. ഇത്ര അളവിനുള്ള തുണിയെന്നൊന്നും ഇല്ല. ഞാനൊരു റാൻഡമായിട്ടൊരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ആ ഒരു തുണിയുടെ അടിയിൽ കുറച്ച് വെളിയിൽ കാണുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് പതിച്ചടിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിനി പ്രത്യേകിച്ച് പട്ടയൊന്നും വെക്കേണ്ട, മറ്റേ തുണീനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഇത്രയിൽ അങ്ങ് കാര്യം കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ പട്ടയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ മേളത്തെ ആ എൻഡിലും കൂടെ ഇതേ സെയിം ആയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. ഈ പതിച്ചടിക്കുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ആ പണിയും കൂടെ നമുക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇത്രയൊന്ന് രണ്ടാമത്തെയും കൂടെ ഞാനിതാ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടും ചെയ്തതിന് ശേഷം ഇതിനെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്കി നീണ്ടു നിൽക്കുന്ന ഭാഗം അങ്ങ് പറ്റ വെച്ച് വെട്ടി കൊടുക്കണം. മുടി വെട്ടണത് പോലെയല്ല, അതിൻ്റെ ആ ഒരു പോർഷൻ അങ്ങ് വെട്ടി നമ്മൾ മാറ്റി കൊടുക്കണം. ഇനി നമ്മളിങ്ങനെ പിന്നെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും. കണ്ട, ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു സംഭവം ഇതും ഞാൻ അതേ സെയിം ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അതായത് ഞാനിതിന് സ്ലീവ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ മീൻസ് സ്ലീവ്ലെസ് അല്ല, ചെറിയ മറ്റേ സ്ലീവ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ കഴുത്ത് മാത്രം പതിച്ചടിച്ചാലുണ്ടല്ലോ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് വൃത്തികേടായിപ്പോൾ. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഒഴിച്ച് ബാക്കി ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മറിച്ചെടുക്കുകയാണ്, ഇങ്ങനെ ഉള്ളിലൂടെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ സ്ലീവ് ഇല്ലെങ്കിലും ആ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ വൃത്തികേടൊന്നും വരത്തില്ല. നമ്മൾ കൈയൊക്കെ പൊക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു തയ്യൽ തുമ്പൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വൃത്തികേടൊന്നും വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഫ്രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതേപോലെ ഒന്ന് കൂർത്ത സാധനങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ പതിച്ചടിച്ചെടുക്കുമ്പോൾ അത് അതേപോലെ കിട്ടും. ഇനി നമ്മൾ സാധാ രീതിയിൽ വേണമെങ്കിൽ ഇൻവിസിബിൾ ചെയ്യാം, പക്ഷേ നമ്മളിപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചത് കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സാധാ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സ്ലീവ് വയ്ക്കാനാണ് പോകുന്നത്. ഞാൻ സ്ലീവ് വയ്ക്കുന്നത് മൊത്തത്തിൽ ആ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം ഇതിൽ കണ്ടതുപോലെ മൊത്തത്തിലൊന്ന് അളവെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ ഒരിരട്ടിയും കൂടെ അളവിൽ ഞാൻ നീളം എടുക്കുന്നത്. അതായത് ഇപ്പോൾ 10 കിട്ടിയെങ്കിൽ ഞാൻ 20 എന്ന രീതിയിലാണ് നീളം എടുത്തിട്ടുള്ള. വീതി ഒരു 2ആയിട്ട് മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു സൈഡ് ഒരു 4 തയ്യൽ തുമ്പും കൂടി ചേർത്ത് മൊത്തത്തിൽ 4 വീതിയിൽ എടുത്തതിന് ശേഷം ഇതേപോലെ 2 പീസ് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് ആ ഒരു ആം ഹോൾ മൊത്തത്തിൽ കിട്ടുന്നത് അതിൻ്റെ ഒരിരട്ടിയും കൂടെ എടുത്തതിന് ശേഷം ഒരു 4 ഇഞ്ച് വീതിയിൽ 2 തുണി വെട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ നല്ല വശം തന്നെയാണ് 2ആയിട്ട് മടക്കി ഇതേപോലെ പ്ലീറ്റ് ഇട്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ സ്ലീവ് ഏത് രീതിയാണെന്ന്. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലീറ്റാണ് ഈ ചുരുണ്ട് കിടക്കുന്നത്, നമ്മുടെ സ്ലീവാണ് ചുരുണ്ട് കിടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് ഭാഗം ഏതാണെന്ന് നോക്കിയതിന് ശേഷം നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡറിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൽ ആ എൻഡ് ഈ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നൂത്ത് വെച്ച് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചും കൂടെ അടിക്കണമെങ്കിലേ അത് നിവർന്ന് നല്ല ഭംഗിയായിട്ടിരിക്കുള്ളൂ ഗൈസ്. അപ്പോൾ നിവർത്തി വെച്ച് ഒരു അടിയും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ലീവ് റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് കൊടുക്കുക. നമ്മൾ എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ആ ഒരു ഷേപ്പും കൊടുത്തതിന് ശേഷം ഉക്കും കൈയും വെക്കാൻ മറന്നു പോകരുത്. ഞാൻ അങ്ങനെ അത് കാണിക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഗൈസ്. ഇനി നമുക്കിതിൻ്റെ പാവാട ഇട്ടിരിക്കുന്ന പാവാട യഥാർത്ഥമല്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പാവാടയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, അതിനുള്ള തുണിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് അടുത്ത പാർട്ടായിട്ട് കാണിച്ചു തരാം. ഞാനൊരു ഏതെങ്കിലുമൊക്കെ ഒരു തുണിയിലൊരു പാവാടയും കൂടെ സെറ്റ് ചെയ്തിട്ട് അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ആവുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.